ഞാനിപ്പം രമേശ് ജിയെ കുറ്റം പറയല്ല കേട്ടോ. മനസ്സിലായി. ഞാൻ ഡൗൺ ടു എർത്താണ് മാഡം. ഞാനങ്ങ് മുകളിൽ കിടക്കുന്ന ആളൊന്നും അല്ല. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നിങ്ങൾ വിചാരിക്കണ്ട പണ്ഡിറ്റ് രമേശ് നാരായണൻ തന്നെ വലിയ സംഭവം എന്നൊന്നും വിചാരിക്കണ്ട. കൊഞ്ഞാണ് മനസ്സുള്ള കുറെ എണ്ണം ഉണ്ട്. അത് സത്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ എണ്ണം ഉണ്ട്, ഇല്ലാതൊന്നും പറയാൻ പറ്റത്തില്ല. അത് പെട്ടത് ഈ മാടമ്പി സ്വഭാവവും എന്റെ പൊന്നുമായിട്ട് അറിയിക്കണം. അതുപോലെയൊക്കെ തന്നെ ഈ അഹങ്കാരവും ജാടയും, പുതിയാടി ജാടയും പിന്നെ ഈഗോയും ഒക്കെ ഉള്ള കുറെ എണ്ണം ഉണ്ട്. നമ്മളെല്ലാവരും നിരീക്ഷണത്തിലാണ്. എല്ലാത്തരം ക്യാമറകളും നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളല്ല. ഇനി ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരും. എത്ര മറച്ചു വെച്ച് കഴിഞ്ഞാലും, എത്ര ന്യായീകരണം പറഞ്ഞാലും ചില സത്യങ്ങളൊക്കെ പുറത്തു വരും. അതൊരു വസ്തുത തന്നെയാണ്. ഇപ്പൊ പഴയ മാനവത്തരത്തിനൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം രമേശ് ജിയെ കുറ്റം പറയല്ല കേട്ടോ. മനസ്സിലായി. ഇത്തരം ആളുകളെ, ഇത്തരങ്ങളെ വിഷജന്തുക്കളെ വ്യക്തി നിർത്തുക തന്നെ വേണം. വിഷം വമിക്കുന്ന വിഷജീവികളെ, വിഷജന്തുക്കളെ, ഞാനിപ്പം രമേശ് ജിയെ കുറ്റം പറയല്ല കേട്ടോ. വിഷം വമിക്കുന്ന വിഷജീവികളെ, വിഷജന്തുക്കളെ നമ്മൾ അകറ്റുക തന്നെ വേണം. അത് ഐ ആം സോ സോറി ഒന്നുകൂടെ പറയാണ് ആസിഫിൻ്റെ അടുത്ത്. ആസിഫിന് ഒരിക്കലും വിഷമം തോന്നരുത്.